ഓക്കെ, ഇന്ന് LCM of two numbers ആണ് കാണുന്നത്. 2 numbers. ഓക്കെ, അപ്പോൾ LCM കാണുന്ന ഫോർമുല ആക്ച്വലി LCM ഈക്വൽ ടു നമ്പർ ഏതാണോ നമ്പർ 1 അത് ഇൻറ്റു N2 ഡിവൈഡഡ് ബൈ GCD ആണ് LCM കാണുന്ന ഫോർമുല. ആക്ച്വലി ദ ഫോർമുല ഈസ് N1 ഇൻറ്റു N2, അതായത് രണ്ട് നമ്പറിൻ്റെ ഗുണനഫലം LCD GCD ഗ്രേറ്റസ്റ്റ് ഡീൻ്റെ തമ്മിലുള്ള ഫലത്തിൽ തുല്യമാണ് എന്നാണ് ആക്ച്വലി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം GCD N1 എന്ന് പറയുന്ന രണ്ട് നമ്പർ നമുക്ക് ഇൻപുട്ട് ചെയ്ത് എടുത്താൽ അതിൻ്റെ LCM കണ്ടുപിടിക്കാം. അപ്പോൾ LCM കണ്ടുപിടിക്കുന്നതിന് മുമ്പായി ഫസ്റ്റ് GCD കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് നമ്പർ എടുക്കുകയാണ്, 54 ആൻഡ് 24. ഓക്കെ, ഇനി ഇതിൽ 54ൻ്റെ റിമൈൻഡർ കാണുവാണ്. 54 ഡിവൈഡഡ് ബൈ 24, അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ഏകദേശം 224 ഈസ് ഈക്വൽ ടു 48 വരും. 48 54ന് 48 കുറച്ചാൽ 6 വരും. ഓക്കെ, 6 ഈസ് ദ റിമൈൻഡർ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് എപ്പോഴാണോ നമ്മുടെ ഇതിൻ്റെ റിമൈൻഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്, അപ്പോഴത്തേനും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണെന്ന് കിട്ടും. ഓക്കെ, അടുത്ത് ഞാൻ ഈ 24ൻ്റെ, അതായത് എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് 24ൻ്റെ 6 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 0 എന്ന് കിട്ടും റിമൈൻഡർ. അപ്പോൾ ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് GCD എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതുവരെ നമ്മൾ ഇനി അടുത്തിവിടെ എന്താണോ കിട്ടുന്നത് ഈ 6നെ അഗെയിൻ ഡിവൈഡഡ് ബൈ സംതിങ് കൊണ്ട്, ഇവിടെ രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് ഇത്രയും വരെ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കിട്ടും. പിന്നെ 2 നമ്പറല്ലേ, 3 നമ്പേഴ്സ് ഒന്നും അല്ലല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് LCMൻ്റെ. അപ്പോൾ ശരിക്കും അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ വീണ്ടും അതിന് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പറയാം. അപ്പോൾ ആദ്യം ഞാൻ GCD കാണാൻ വേണ്ടിയിട്ട്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. GCD എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതിനുള്ളിലേക്ക് രണ്ട് നമ്പർ വിളിച്ചു, N1 എന്ന നമ്പർ വിളിച്ചു, N2 എന്ന നമ്പർ വിളിച്ചു. ഓക്കെ, അത് ഇൻപുട്ട് ചെയ്താണ് നമ്മൾ കോൾ ചെയ്ത് വിളിക്കുന്നത്. ഫംഗ്ഷൻ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ എപ്പോഴും ബെറ്റർ, നല്ലതാണ്. ബെറ്റർ ഫംഗ്ഷൻ എഴുതി നമ്മൾ കോൾ ചെയ്ത് വിളിക്കുന്നത്. അപ്പോൾ GCD കാണണം നമ്മൾ, അതായത് ഈ ഇതിൻ്റെ റിമൈൻഡർ 0 ആകുമ്പോഴത്തേനും ലൂപ്പ് എക്സിറ്റ് ആവണം. വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. വൈൽ N1 മോഡ് N1 മോഡ് N2 നോട്ട് ഈക്വൽ ടു 0 അല്ല എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആദ്യം നോട്ട് ഈക്വൽ ടു 0 ആയിട്ടല്ല വന്നത്. അപ്പോൾ N1 ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് N1 മോഡ് N2 കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് N1 മോഡ് N2 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി റിമൈൻഡർ ആണ്, REM ആണ്. REM ഈക്വൽ ടു റിമൈൻഡർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ N1ലേക്ക് ഞാൻ 54 എടുത്ത് വെച്ചു. ഓക്കെ, N2ലേക്ക് 24. ചിലർ ഗ്രേറ്റസ്റ്റ് നമ്പർ, അതിൻ്റെ കാര്യം പറയാം. ഗ്രേറ്റസ്റ്റ് നമ്പർ എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? N1ലേക്ക് 54 എടുത്തു. നമ്മളിപ്പോൾ ഇവിടെ ഈ കോഡ് വരെ എഴുതി. റിമൈൻഡർ എന്ന് പറയുന്നത് അവിടെ 6 എന്ന് കിട്ടി. അപ്പോൾ റിമൈൻഡർ 6 വന്നു. വൈൽ ലൂപ്പ് നോക്കി 0 അല്ല വന്നത്. അപ്പോൾ അടുത്തിന് എന്താ ചെയ്യേണ്ടത്? N1ലേക്ക് ഈ 24നെ എടുത്ത് വയ്ക്കണം. അതിന് N1 മോഡ് N2 അല്ല ചെയ്യേണ്ടത്, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. N2ലേക്ക് എന്തെടുത്ത് വയ്ക്കും? N1ലേക്ക് N2 എടുത്ത് വയ്ക്കണം. അപ്പോൾ N1 ഈക്വൽ ടു N2. ഇനി N2ലേക്ക് റിമൈൻഡർ എടുത്ത് വയ്ക്കണം. N2 ഈക്വൽ ടു റിമൈൻഡർ. ദെൻ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? N2ലാണ് ശരിക്കിപ്പോൾ റിമൈൻഡർ വരിക. അപ്പോൾ റിട്ടേൺ N2.
ഓക്കെ, ഞാനിത് പറയാം. N1ലേക്ക് 54 എടുത്തു വെച്ചു. ഇനി എന്താ ചെയ്യണത്? N1 ചേഞ്ചസ് ടു N2, അതായത് N1 എന്തായി? 24 ആയി. N2 ചേഞ്ചസ് ടു റിമൈൻഡർ എന്തായി? 6 ആയി. N2ലേക്ക് എടുത്തു, 0, റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു, വീണ്ടും N1 24 നോക്കുന്നു. 24 മോഡ് 6 എടുത്തപ്പോഴത്തേന് റിമൈൻഡർ 0 ആയി. ഓക്കെ, അപ്പം ഞാൻ N2 എന്താണ് റിട്ടേൺ ചെയ്തു. ലൂപ്പ് എന്തായി? N1 മോഡ് N2 0 ആയി. നോട്ട് ഈക്വൽ ടു 0 ആയാൽ ആണ് നമ്മൾ ഇത്രയും ലൂപ്പ് എക്സിറ്റ് ആവുന്നത്. ഇപ്പോൾ ഇത് 0 ആയിക്കഴിഞ്ഞാൽ ആ N2 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഓക്കെ, പിടിയിട്ടില്ല. ഇനി ഞാൻ N1 എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മളിപ്പോൾ 54 ആണ്, വലിയൊരു ഗ്രേറ്റസ്റ്റ് നമ്പറാണ് കൊടുത്തത്. ഇനി 24 ആണ് കൊടുത്തിരുന്നെങ്കിലോ, സ്മോൾ നമ്പർ കൊടുത്തിരുന്ന 24 മോഡ് 24നെ 54 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എഗെയിൻ 24 തന്നെയാണ്. ഓക്കെ, അതായത് 24 ഡിവൈഡഡ് ബൈ 54 നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എപ്പോഴും 24 ആയിരിക്കും. അപ്പോൾ അവിടെ വീണ്ടും റിമൈൻഡർ എന്ത് ചെയ്തു? ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ N1ലേക്ക് N2 എടുത്ത് വയ്ക്കും. അതായത് N2 എന്ന് പറയുന്നത് ഇവിടെ 54 വരും. റിമൈൻഡർ എന്താണ്? 24 അത് വരും. ഓക്കെ, എന്നിട്ട് N1 മോഡ് N2 0 ആയോ എന്ന് ചെക്ക് ചെയ്തു. 0 ആയിട്ടില്ല. അപ്പോൾ N1 മോഡ് N2ലെ റിമൈൻഡർ നോക്കി, റിമൈൻഡർ 6 ആവും. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ആവും. അല്ലാതെ നമുക്കൊരു നമ്പർ എടുത്ത് ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യണമെന്നില്ല. ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇൻപുട്ട് എടുക്കാം. x ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റെ നമ്പർ 1. ഓക്കെ, നമ്പർ 1 എൻ്റർ ചെയ്തു. അതിന് ഞാൻ x എന്ന് പറഞ്ഞ വേരിയബിളിൽ വെച്ചു. y ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റെ സെക്കൻഡ് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട നമ്പർ 2 നമ്പർ 2 അത് y എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? GCDയിലേക്ക് ഈ നമ്പറിനെ പാസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് പാസ് ചെയ്തപ്പോൾ വന്ന വാല്യൂ എന്ന് പറയുന്നത് N2 ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് Z എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അതിനെന്താണോ ഇത് കിട്ടുന്നത് അത് പ്രിൻ്റ് ചെയ്യിക്കണം. Z-ലേക്ക് ഞാനിപ്പോൾ തൽക്കാലം GCD ഫംഗ്ഷനിൽ കൊടുത്തപ്പോൾ x, y എന്ന് പാസ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ റിമൈൻഡറിനെ ഞാൻ Z-ലേക്ക് എടുത്ത് വെച്ചു. ഇനി പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. പ്രിൻ്റ് അതെന്താണ്? GCD അല്ലേ? GCD ഈക്വൽ ടു ഇവിടെ GCD ആയിട്ട് വന്നത് എത്രയാണ്? Z-ലാണ്. Z എന്ന് പറഞ്ഞ വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? LCM കാണണം. LCM ഈക്വൽ ടു x ഇൻറ്റു y ഡിവൈഡഡ് ബൈ Z GCD, അതായത് നമ്പർ 1 ഇൻറ്റു നമ്പർ 2 ഡിവൈഡഡ് ബൈ GCD ആണ്. GCD എന്ന് പറയുന്നത് ഞാനിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. GCD അവിടെ റിട്ടേൺ ആയി വന്നു. അത് കഴിഞ്ഞിട്ട് y കഴിഞ്ഞിട്ട് ഫുൾ കോളൻ്റെ റിട്ടേൺ ആയി വന്നു. അതാണ് ഞാൻ ഈ രണ്ട് നമ്പറിനെയും കൂടെ റിട്ടേൺ ചെയ്യും. പ്രിൻ്റ് LCM എന്ന് പറഞ്ഞു. LCM ഈക്വൽ ടു LCM. ഓക്കെ,
നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഡൻറ്റേഷൻ ആണ് വന്നിട്ടുണ്ട്. ഓക്കെ, ലൈൻ 4. ഓക്കെ, റൺ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഞാൻ 2454 ചെയ്യാം. 2454. അപ്പോൾ എന്നോടെന്ന് പറഞ്ഞാൽ സ്മോൾ നമ്പറാണ് ചെയ്തത്. അപ്പോൾ GCD = 6, LCM = 216. ഓക്കെ, ഇനി ഞാൻ തിരിച്ചു കൊടുക്കാം. 54 കൊടുത്തു, ഗ്രേറ്റസ്റ്റ് 1 ഫസ്റ്റ് കൊടുത്തു, സ്മോളസ്റ്റ് 1 സെക്കൻഡ് കൊടുത്തു. അപ്പോൾ സെയിം ആൻസർ തന്നെ വരും. ഇനി വേറൊരു ഔട്ട്പുട്ട് കൂടെ കൊടുത്തു നോക്കാം. ഒരു 3 and 4 കൊടുക്കാം. 3 ആക്ച്വലി 3 and 4 12 ആയിരിക്കും. LCM വരുന്നത് ഗ്രേറ്റസ്റ്റ് 1 ആണ്. ഓക്കെ, GCD is 1, LCM is equal to. അപ്പോൾ ഇതിൻ്റെ കോഡിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, 2 നമ്പർ റിമൈൻഡർ കാണുന്നു. ആ റിമൈൻഡറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറിനെ 1-ലുള്ളതിനെ ചേഞ്ച് ചെയ്ത് വെച്ചു. കോഡ് എഴുതി ഇവിടെ നിന്ന് ഒരു ഫംഗ്ഷനിനുള്ളിൽ അത് ഡിക്ലെയർ ചെയ്ത് വെച്ചു. ബാക്കി ഇതെല്ലാം കോൾ ചെയ്ത് ചെയ്യും. ഓക്കെ, താങ്ക് യു.